छुपे हुए हैं और सेना लगातार इस एरिया को कॉर्डन ऑफ किए हुए हैं और कोशिशें की जा रही है। സൈനിക വാഹനത്തിന് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ സൈനികന് വീരമൃത്യു. 4 സൈനികരാണ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. ജമ്മു കാശ്മീർ രജൌരി മേഖലയിലെ ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സൈന്യം തിരച്ചിൽ നടത്തുമ്പോഴായിരുന്നു ഭീകരരുടെ ആക്രമണം നടന്നത്. പരിക്കേറ്റ 2 സൈനികർ ചികിത്സയിലാണ്. जी देखिए, जो ऑपरेशन कल जो शुरू हुआ है, हालांकि जो इनिशियल इनपुट मिली थी भारतीय सेना को वो 2 से 3 आतंकवादियों की थी। हालांकि ये जो पूरा साउथ ऑफ पीरपुंजाल का इलाका है, यहाँ पर 20 से 25 आतंकवादियों के होने की बात जो है वो भारतीय सेना पहले कह चुकी है, यानी कि रजौरी और पुंछ के इलाके में मिल रही है। इससे आतंकी पूरी तरीके से बौखलाए हुए हैं और अब वो गोरिल्ला वारफेयर की टैक्टिक्स को अपनाते हुए यहाँ पर भारतीय सेना के जो जवान है उन पर हमला बोल रहे हैं। पिछले अगर हम इस जनवरी की बात करें, इस जनवरी में സൈനിക വാഹനം ആക്രമിച്ചതിന് പിന്നാലെ ഭീകരർ വനമേഖലയിലേക്ക് കടന്നുവെന്നാണ് വിവരം. സൈന്യം ശക്തമായ തിരച്ചിൽ തുടരുന്നു. शादी का फंक्शन कहाँ से लेते हैं? कहाँ से तक बस है। ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്കെവിടെയാ ഇതിനൊക്കെ സമയം? ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലബനീസ് കുബൂസ്. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് തിരക്ക് കൂട്ടി സമയം കളയണ്ട. പിന്നെ നമ്മുടെ ഷുഗറുകാർക്ക് അൽദാൻ ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ഉണ്ട്. കൂടാതെ വീറ്റ് ബ്രെഡ്, കുക്കീസ്, ബിസ്ക്കറ്റ്, ബർഗർ ബൺ, സമൂൺ, റസ്ക് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നു. കൂടാതെ അറേബ്യൻ ഷവർമയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഉണ്ട്. അപ്പൊ എങ്ങനെയാ? നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ?